ഹലോ, ഇന്ന് നമ്മളൊരു ലേഡീസ് ബാഗ് ചെയ്യാൻ പോവാണ്. ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 36x39 ആണ് മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. കൂടെ 2 ക്യാൻവാസ്, ആ സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോത്ത്. പിന്നെ 2 ഇന്നർ ലൈനിങ് ഇടാൻ വേണ്ടിയിട്ട് ക്രേപ്പിൻ്റെ 2 പീസാണ് എടുത്തിട്ടുള്ളത്. സെയിം അളവിൽ 2 പീസ് എടുത്തു. അപ്പം ഇത് ചുളിഞ്ഞ് കിടക്കുന്ന വേണ്ടിയിട്ട് ആദ്യം നമ്മളതൊന്ന് ചുളിവ് നിവരാൻ വേണ്ടിയിട്ട് നമ്മൾ അയൺ ബോക്സ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ജസ്റ്റ് ഒരു ഇത് മതി, വല്ല ചുളിവൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഈ ക്യാൻവാസ്, ഷുഗർ ക്യാൻവാസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതെടുത്തിട്ട് അതിൽ ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റിഫായിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിരുന്നോളും. അപ്പോൾ അത് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ അതൊന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ 2 ഭാഗവും റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി തുടങ്ങാം. ഇത് അയൺ ചെയ്ത് സാധനം റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ആ സൈഡിലൊക്കെ നോക്കി കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നന്നായിട്ട് അറ്റാച്ച് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതേ ക്ലോത്തിൻ്റെ 2 പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് സ്ട്രാപ്പ് വെക്കുന്നില്ല, സ്ട്രാപ്പ് എക്സ്ട്രാ നമ്മൾ ഫിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് 2 കൊളുത്ത് അതുപോലെ അവിടെ വെച്ചിട്ടുള്ളത്. അതിതുപോലെ 2ആയി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ മടക്കിയിട്ട് സെൻറ്റർ പോർഷൻ വരുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി, മാറിപ്പോകരുത്. ഏകദേശം ആ സെൻറ്ററിലാവുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് നൂല് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സിബ് വെക്കലാണ്. അപ്പോൾ നമ്മൾ സിബ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ സൈഡിൽ ഇങ്ങനെ ക്ലാസ്പ് ലോക്ക് ഇല്ലാത്ത രീതിയിലുള്ള സിബ് എടുത്തിട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതാകുമ്പം കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും അടിക്കാനായിട്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ക്ലാസ്പ് പോലെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്കത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ വെക്കാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടായ പോലെ തോന്നി. മടിയാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഞാനത് എടുക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അത് സിബ് മറിച്ചിട്ടിട്ട് വേണം ഇങ്ങനെ വയ്ക്കാനായിട്ട്, അപ്പോഴേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. മറിച്ചിടുക, എന്നിട്ട് ഇങ്ങനെ ആ തറ്റത്ത് വെച്ചിട്ട് നന്നായിട്ട് സ്ട്രെയിറ്റായിട്ട് വെക്കണം, പൊസിഷൻ മാറിപ്പോകരുത്. അങ്ങനെ തറ്റത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ലൈനിങ് വെക്കുന്നത്. ലൈനിങ്ങും സൈഡിലേക്ക് ടോപ്പിലേക്ക് കറക്റ്റായിട്ട് സൈഡ് വെച്ചിട്ട് അതിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, സ്ട്രെയിറ്റായിട്ട് മാറിപ്പോകരുത്. ആദ്യം നമ്മൾ മെയിൻ പോർഷനാണ് വയ്ക്കുന്നത്, അത് കഴിഞ്ഞിട്ട് സിബ് മറിച്ചിട്ടിട്ടാണ് വയ്ക്കുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ലൈനിങ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് നീറ്റായിട്ട് വന്നിട്ടുണ്ട്. വൈറ്റ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. വൈറ്റ് വെച്ച് മാക്സിമം ചെയ്യാൻ നോക്കുക. വൈറ്റ് എന്നല്ല, നിങ്ങൾ ഏത് കളറാണോ, ഏത് കളറ് ക്ലോത്താണ് എടുക്കുന്നത് അതിന് മാച്ചാവുന്ന രീതിയിലുള്ളൊരു ത്രെഡ് എടുക്കുക. ഇപ്പോൾ അതാ കറക്റ്റായിട്ട് സിബെല്ലാം വന്നിട്ടുണ്ട്, നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്ന ബാഗാണ്, ഹാൻഡ് ബാഗ്. ഇനി നമ്മൾ അടുത്ത പോർഷൻ, ഓപ്പോസിറ്റ് സൈഡിലുള്ള പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2ാമത്തെ മെയിൻ പോർഷൻ എടുക്കുക, അതിൻ്റെയും ഹാൻഡിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ ഹാൻഡിൽ വെക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക, നേരത്തെ വെച്ച സൈഡിൽ അതേ പൊസിഷനിലായിരിക്കണം നമ്മൾ വയ്ക്കുന്നത്, അല്ലെങ്കിൽ അത് ഭംഗി ഉണ്ടാവില്ല, മാറിപ്പോവും, തെറ്റിപ്പോവും. അപ്പം അതിനോട് മാച്ചാവുന്ന രീതിയിൽ ഇങ്ങനെ 2 പോർഷൻസും വെച്ച് കൊടുത്തിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം, അതാകുമ്പോൾ മാറിപ്പോവില്ല. പൊസിഷൻ നോട്ട് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്ലിപ്പ് എടുക്കാൻ മറക്കരുത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഓർഡറിൽ വെക്കുകയാണ്. ആദ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ബാക്കിയുള്ള പോർഷൻ, സിബ് വെക്കേണ്ട പോർഷൻ വെക്കുകയാണ്, ക്ലിപ്പ് ചെയ്തിട്ടുള്ള പോർഷൻ. അതിൻ്റെ മുകളിൽ നമ്മൾ സിബ് വരുന്ന പോർഷൻ വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് നമ്മൾ മറിച്ചിട്ടാണ് വെക്കേണ്ടത്, ലൈനിങ് കാണുന്ന രീതിയിൽ. അങ്ങനെ മറിച്ചിട്ട് ആ സിബ് തറ്റത്ത് കൂടെ വരുന്ന രീതിയിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. പ്രത്യേകം സൂക്ഷിക്കുക, ആ ഹാൻഡിൽ അതിൽ കുടുങ്ങി പോരുത്, അത് മടക്കി വെക്കണം, അതിൻ്റെ കൂടെ അറ്റാച്ച് ആയി പോകില്ലെങ്കിൽ. ഇതുപോലെ സൂക്ഷിച്ച് ആ ക്ലിപ്പിങ്ങിനോട് ചേർത്ത് വെക്കുക. അതിൻ്റെ മുകളിലാണ് നമ്മൾ ലൈനിങ് വെക്കാൻ പോകുന്നത്. ബാക്കിയുള്ള 2ാമത്തെ ലൈനിങ് നമ്മൾ അതിൻ്റെ മുകളിൽ ആ തറ്റത്തേക്ക് ചേർത്ത് വെച്ചിട്ട് കൊടുക്കുക.
വയ്ക്കുമ്പോൾ സൂക്ഷിച്ച് കറക്റ്റായിട്ട് വയ്ക്കുക. ഇതുകൊണ്ടാണ് നമ്മൾ സിബ് രണ്ടായിട്ട് പിളർത്തിയിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതിപ്പം അങ്ങനെ അല്ലാതെ വെക്കുന്നത് കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടും കൺഫ്യൂഷനും വരുന്നത്. കൺഫ്യൂഷനൊന്നും കുഴപ്പമില്ല, ആദ്യത്തെ തവണയേ കുഴപ്പമുണ്ടാവുള്ളൂ, അല്ല കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ആ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ സിബിൻ്റെ തറ്റത്ത് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ചിങ് ഇങ്ങോട്ടേക്ക് കയറിപ്പോരുത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, ത്രെഡ് വൈറ്റ് ആയതുകൊണ്ടാണ് അറിയാത്തത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ബാക്കിലെ ത്രെഡ് റെഡ് വരുന്നുണ്ട്, നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളിനി രണ്ട് പോർഷനും നിവർത്തി നോക്കുമ്പോൾ ആ സിബ് കറക്റ്റായിട്ട് സെൻറ്ററിലൂടെ വന്നിട്ടുണ്ട്. മെയിൻ പോർഷനിലാണെങ്കിലും എല്ലാം നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സിബ് ഒന്ന് തുറന്ന് നോക്കുക, ലോക്കായിട്ട് എവിടെയെങ്കിലും സ്റ്റിച്ച് കയറി കിടക്കുന്നുണ്ടോ എന്ന്. കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഈ രണ്ട് മെയിൻ ഭാഗവും ഒരു സൈഡിലേക്കും അതിൻ്റെ ലൈനിങ് രണ്ടും ഒരു സൈഡിലേക്കും വരുന്ന രീതിയിൽ ഇന്ന് വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ഈ രണ്ട് ലൈനിങ്ങും ഒരിടത്താണുള്ളത്. ഓക്കെ, ലൈനിങ് പീസുകളും ഇത് നമ്മുടെ മെയിനായിട്ടുള്ള പുറത്ത് വരുന്ന പോർഷൻ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു സൈഡ് തൊട്ട് ഇവിടുന്ന് തൊട്ട് ഇങ്ങനെ വന്ന് ഇങ്ങോട്ടേക്കും, പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്കും, പിന്നെ അവിടുന്ന് തിരിച്ച് ഈ സൈഡ് വശങ്ങളിലൂടെ എല്ലാം നമ്മൾ സ്റ്റിച്ചിടാൻ പോവുകയാണ്. സ്റ്റിച്ചിട്ടിട്ട് കാണിച്ചു തരാം. എല്ലാ സൈഡിലൂടെയും കാണുന്നുണ്ടോയെന്നറിയില്ല, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തം സ്റ്റിച്ച് ചെയ്തു. പിന്നെ ലൈനിങ്ങിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക. ഇതിനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം ഈ സെൻറ്ററിൽ കുറച്ച് പോർഷൻ വിടുക, കാരണം അതിലൂടെ നമുക്ക് പുറത്തേക്ക് മറച്ചിട്ട് എടുക്കാനുള്ളതാണ്. ബാക്കി എല്ലാം സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു 4 സെൻറ്റിമീറ്റർ, ഞാൻ 4ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്, 4 വെച്ചിട്ട് വിടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്കെയിൽ വെച്ചിട്ടൊന്നെങ്കിൽ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെയെങ്കിലും എല്ലാ സൈഡിലും ഒരുപോലെ വിടണം. പിന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു പോർഷൻ. അതുപോലെ എല്ലാ സൈഡിലും നമ്മൾ 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട്, അല്ല 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. എല്ലാ സൈഡിലും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമ്മൾ എല്ലാ സൈഡിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിലേ ഇങ്ങനെ ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വരും. 4 സൈഡും അടിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് സിബ് തുറന്ന് വെച്ചിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ മറയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറയാൻ വിട്ടുപോയി, സിബ് തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കെന്തായാലും ഇത് ഈ പോർഷൻ ഇതിലൂടെ പുറത്തേക്ക് എടുക്കാം. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പം ഈ പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തേക്കാം.
ഈ ഒരു ഭാഗം ഉണ്ടല്ലോ തുറന്നിട്ട് കിടക്കുന്നത്, അത് ഒന്ന് ഔട്ടറിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. വൈറ്റ് കൊണ്ട് സ്റ്റിച്ച് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. ഞാനിവിടെ റെഡാണ്, അങ്ങനെ ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്കിടാം. രണ്ട് സൈഡിലും ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചുളിഞ്ഞ് കിടക്കുന്നുണ്ട്, ഇതൊന്ന് സ്റ്റിച്ച് ഇതൊന്ന് അയേൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് റെഡിയാണ്. ഇതാ ഇവിടെ കൊളുത്തുണ്ട്, ഇതിൽ നമുക്ക് ഹുക്ക് ചെയ്തിട്ട് ഹാൻഡിൽ വെക്കാം. ഞാനിവിടെ നൈലോൺ വെച്ചിട്ടാണ് സ്ട്രാപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ടത് ഹുക്ക് ചെയ്യുകയാണ് ചെയ്തത്. സംഭവം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.